ഒരു റിസ്ക്കും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അത് സുന്നത്തുകളെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ മതി. വളരെ നിസ്സാരപ്പെട്ട, ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അത് സുന്നത്താണ് എന്ന് നമുക്ക് അറിയാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ തൊപ്പി ധരിക്കുന്ന സമയത്ത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, തലമറക്കുക. അപ്പോൾ ആ സമയത്ത് അത് കരുതുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു സുന്നത്തായി മാറും. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഞാൻ ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ചത് എനിക്കൊരു ഓർമ്മയുണ്ട്. ജോലിക്ക് പോകുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മക്കയെ കണ്ട ഏറ്റവും നല്ല ബിസിനസ്മാൻ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്രയ്ക്ക് ബിസിനസ്സിൽ നൈപുണ്യമുള്ള ഒരാൾ അന്നാ കാലത്ത് ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതും എങ്ങനെ കച്ചവടം ചെയ്തു എന്നാണ്. ഒരു ചരക്കിൻ്റെ ന്യൂനതകൾ മറച്ചു വെക്കാതെ അത് തുറന്നു പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായിരുന്നൊരു കച്ചവടക്കാരൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും സമ്പന്നനായിരുന്നു നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെടുത്ത് പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമുക്കിങ്ങനെ വെച്ച് പോകാൻ പറ്റും. ആ സുന്നത്തുകൾ ഇങ്ങനെ ജീവിതത്തിലെടുത്താൽ അൽഹംദുലില്ലാ എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഉണ്ടാവും. അതിൽപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മോതിരം ധരിക്കുക. ഒരു വെള്ളിയുടെ മോതിരം നമ്മുടെ ചെറുവിരലിലുണ്ടാവുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അപ്പോൾ ആ മോതിരം നമ്മുടെ കയ്യിലുള്ള സമയം മൊത്തം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളറിയാതെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പ് ധരിച്ചിട്ടുണ്ടല്ലോ എന്ന ചിന്ത ഉണ്ടെങ്കിൽ ആ ചെരുപ്പ് ധരിച്ച് നടക്കുന്ന സമയത്തോളം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുക. താടി വെക്കുന്ന സമയത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താടി വെച്ചിരുന്നു. അതുകൊണ്ട് അത് നമ്മുടെ സുന്നത്തായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എടുക്കാൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ സുറുമ എഴുതുമായിരുന്നു. അത് അപ്പം സുറുമ എഴുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീശ ഈ താഴോട്ടുള്ള മീശയുടെ തൊട്ട് താഴെയുള്ള മേൽചുണ്ടിലോട്ട് ഇറങ്ങാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും കട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് മീശ ചെറുതാക്കി വെക്കലും താടി വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ അല്പം വെക്കലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില മര്യാദകളുണ്ടല്ലോ. ഒരു വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ സലാം പറയണം എന്നുള്ളതാണ്. അവിടെ തന്നെ പരിശുദ്ധ ഖുർആനിൽ തന്നെ ആയത്തിറങ്ങിയല്ലോ, എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വീട്ടിലോട്ട് സമ്മതമല്ലാതെ കയറി ചെല്ലാൻ പാടില്ല. നമ്മളൊക്കെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു രീതിയാണത്. എത്ര അടുത്ത ആളുടെ വീടായിക്കോട്ടെ സമ്മതമല്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെല്ലരുത്. ചിലപ്പോൾ നമ്മുടെ അനുജൻ്റെ വീടാകാം, നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീടാകാം, ഇനി ചിലപ്പോൾ നമ്മുടെ തറവാട് വീട് തന്നെ ആവാം. പക്ഷെ അതിൽ താമസിക്കുന്നത് ആരായിരിക്കും? നമ്മുടെ അനുജൻ, അവരുടെ ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ആ വീട്ടുകാരുടെ സമ്മതമല്ലാതെ നമ്മളെ വീട്ടിൽ കയറാൻ പാടില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനാണ്. കാരണം അതിൽ ധാരാളം ഹൈറാത്തുകളുണ്ട്. ആ ഹൈറാത്തുകൾ മനസ്സിലാവണമെങ്കിൽ ഇന്ന് പേപ്പർ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നോക്കിയാൽ മതി. സ്വന്തം വീട്ടിൽ കയറിയിട്ടാണ് സ്വന്തം പിതാവിൻ്റെ കൂട്ടുകാരൻ ചെറിയ മക്കളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ ഒരു മറ നഷ്ടപ്പെട്ടു പോവുക. കാരണം പലപ്പോഴും ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വീടുകൾക്കിടെ പറയാതെ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ഔറത്ത് കാണലും അവർ നല്ല വൃത്തിയില്ലാത്ത രൂപത്തിൽ നിൽക്കലൊക്കെ നമ്മൾ കാണും. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. ഇനി സ്വന്തം വീടാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വാണിംഗ് കൊടുക്കാതെ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപന. നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ജോലി കഴിഞ്ഞ് വരികയാണെങ്കിൽ വരുന്നതിൻ്റെ മുമ്പൊന്ന് വിളിക്കണം. ഞാൻ വരുന്നുണ്ട്, എന്തെങ്കിലും കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഈ വീട്ടിലില്ലേ, വെറുതെ ഒന്ന് വിളിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയാണ്. അങ്ങനെ ഇനി അത് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട, അത് അറിയിച്ചു കൊടുക്കണം എന്നാണ് ആ പറഞ്ഞ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രയിൽ ഞാൻ ഇന്ന സമയത്ത് തിരിച്ചു വരും. അപ്പം എന്താ വെച്ചാൽ ഒരു അറിയിച്ചു കൊടുക്കലാണത്. അപ്പം അങ്ങനെ നമ്മൾ അറിയിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് അറിയോ?
ഒരു സ്വഹാബി ഈ രൂപത്തിൽ അറിയിച്ചു കൊടുക്കാതെ എന്ത് ചെയ്തു? വീട്ടിൽ കയറി വന്നു. അങ്ങനെ വീട്ടിൽ കയറി വന്നപ്പോൾ അയാൾ കാണാൻ പറ്റാത്ത കാഴ്ച അയാളുടെ വീട്ടിൽ കണ്ടു. അപ്പോൾ ഒരു കുടുംബജീവിതം തകരാനുള്ള കാരണവും ഈ ഗൾഫിൽ നിന്ന് സർപ്രൈസ് സെൻ്ററൊക്കെ കൊടുക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം എന്ത് ചെയ്യണം? അത് നോട്ടീസ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപകർ വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ അത് അറിയിക്കണം. അവിടെ തന്നെ ചില മര്യാദ ഉണ്ട്. ചില ആളുകൾ വീട്ടിലേക്ക് ബെല്ലടിക്കും. ബെല്ലടിച്ച് അപ്പം തന്നെ ആൾ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പഠിപ്പിച്ചേ? ഒരു വീട്ടിൽ നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ചാൽ, ഹദീസിൽ കോളിംഗ് ബെല്ലടിച്ചാൽ ഹദീസിൽ കാണുമല്ലോ കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വീട്ടിലുള്ള ആളുകളെ നിങ്ങൾ നോക്കിയതാൽ, അവരെ വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കേണ്ട സമയം നിങ്ങൾ കാത്തു നിൽക്കണം. എന്നിട്ടേ രണ്ടാമത് ബെല്ലടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നടിക്കും, ഒന്ന് തിരിഞ്ഞ് വീണ്ടും അടിക്കും, വീണ്ടും അടിക്കും, അടിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് തീരെ ടൈം ഉണ്ടാവില്ല. അതെന്താ? 4 റക്അത്ത് നിസ്കരിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരുപക്ഷെ അയാൾ നിസ്കരിക്കലാവും. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് വരാനുള്ളൊരു സാവകാശം കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ വീട്ടിൻ്റെ ഉള്ളിലുള്ള രൂപം വേറെ ആയിരിക്കാം, ഷർട്ട് ഇടാതെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് അയാൾക്ക് മാറി വീടിൻ്റെ കതക് തുറക്കാനുള്ളൊരു സമയം, അതാണ് എന്ത്? 4 റക്അത്ത് നിസ്കരിക്കാനുള്ളൊരു സമയം നമ്മളവിടെ മാറ്റി വെക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം. അപ്പോൾ ഈ രൂപമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ.